2024 നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലഭിച്ച മാർക്കിന് ഏറ്റവും മികച്ച റാങ്ക് ലഭിക്കണമെങ്കിൽ ലോട്ടറി അടിക്കണം. ഇപ്രാവശ്യം ഭാഗ്യമുള്ളവർക്കാണ് ഏറ്റവും മികച്ച റാങ്ക് വരിക എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതുള്ളതാണോ, അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിന്നും പറയുന്നത്. അപ്പോൾ കോളേജ് ഗുരു എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾ, മെഡിക്കൽ അപ്ഡേറ്റ്സുകളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ വരും. വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ലിങ്കും ചാനലിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ നീറ്റ് പരീക്ഷ നമുക്കറിയാം 20 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ് അല്ലേ. അപ്പോൾ ഇത് പെൻ ആൻഡ് പേപ്പർ മോഡാണ്. ഇത് 720 മാർക്കിൽ നടത്തുന്ന പരീക്ഷയാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്രയധികം വിദ്യാർത്ഥികൾ ഈ ഒരു മാർക്കിനകത്താണ് വരിക അല്ലേ. അപ്പോൾ ഒരേ മാർക്കുള്ള ധാരാളം വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾക്ക് റാങ്ക് അലോക്കേറ്റ് ചെയ്യണം അല്ലേ. റാങ്ക് എന്ന് പറയുന്ന സംഗതി നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ വേണം. അപ്പോൾ ഒരേ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ റാങ്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ പറയുക ടൈം ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 2024 എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷങ്ങളെ പോലെയല്ല, നിങ്ങൾക്ക് ഒരേ മാർക്ക് വന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ ബയോളജിയിൽ ലഭിച്ചിരിക്കുന്നത് അവർക്ക് ഏറ്റവും ഫസ്റ്റ് ഉയർന്ന റാങ്ക് അലോക്കേറ്റ് ചെയ്യും. രണ്ടാമത് അതിലും ഒരേപോലെ വരികയാണെങ്കിൽ പിന്നെ എടുക്കുന്നത് നിങ്ങളുടെ കെമിസ്ട്രിയിലെ മാർക്കാണ്. ഇനി അതല്ല, അതിലും കോമൺ ആയിട്ടുള്ള ഒരേപോലെ വരുന്നെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫിസിക്സിലുള്ള ആ ഒരു സ്കോറാണ് നോക്കുക. ഇതിലും നിങ്ങൾ ഒരുപോലെയാണ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും, കാരണം നമുക്കറിയാം ഒരേ മാർക്ക് ലഭിക്കുന്ന ഒരു 10,000 25,000 പേരൊക്കെ ചിലപ്പോൾ ചില മാർക്കുകൾ ചില സെഗ്മെൻറ്റിലുള്ള മാർക്കിലൊക്കെ ഉണ്ടാകും. കാരണം ഇത്രയധികം വിദ്യാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു മാർക്കിനകത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യം 4ാമത് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ ലോട്ടറി തന്നെയാണ്. ഈ ഒരു ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ 450 അല്ലെങ്കിൽ 500 എന്ന് പറയുന്ന മാർക്കിനകത്ത് ഒരു 2000 പേരുണ്ടെങ്കിൽ ഒരേ മാർക്ക് ഈ പറഞ്ഞ 3 കണ്ടീഷൻ കഴിഞ്ഞാൽ വീണ്ടും ഒരു 1000-ഓ 2000-ഓ പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി തന്നെയാണ്. അപ്പോൾ ഏറ്റവും മികച്ച റാങ്ക്, ആ മാർക്കിന് ഏറ്റവും മികച്ച റാങ്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ലോട്ടറി അടിക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല പല കാര്യങ്ങളുണ്ടായി. അങ്ങനെയായിരുന്നു 2020 വരെ നമ്മൾ നോക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ബയോളജിയിലെ മാർക്കും അതേപോലെ കെമിസ്ട്രിയിലെ മാർക്കും, പിന്നീട് നമുക്ക് വരുന്നത് തെറ്റുത്തരത്തിന് ശരി ഉത്തരത്തിൻ്റെ പ്രൊപ്പോർഷൻ ഏറ്റവും കുറഞ്ഞതാർക്കായിരുന്നോ അവർക്കായിരുന്നു അതിന് പ്രിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ഏജ് ആയിരുന്നു. ഈ ഏജ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി. 2020 ഈ പറഞ്ഞ പോലെ ഒരേ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഏജിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനമൊക്കെ ഷെയർ ചെയ്ത് പോയപ്പോൾ അതിൽ പിന്നീട് അടുത്ത വർഷം 2021 ഈ ഏജ് അങ്ങ് എടുത്തു കളഞ്ഞു. പക്ഷേ അവിടെയും ഈ പ്രശ്നങ്ങൾ തീർന്നില്ല. അടുത്ത വർഷം ആ ഒരു മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഒരേ റാങ്ക് അലോക്കേറ്റ് ചെയ്യുമ്പോഴാണ് ടെക്നിക്കൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ 2022 ഒരുപാട് ടൈം ബ്രേക്കിംഗ് 10ഓളം പോയിന്റുകൾ കൊണ്ടുവന്നു. അതിനകത്ത് ഏജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ ആരാണോ നീറ്റ് പരീക്ഷയ്ക്ക് ആദ്യം ഇട്ടിരിക്കുന്നത് അതുപോലും കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അതും വലിയ വിമർശനത്തിനൊക്കെ വഴിവെച്ചു. പിന്നീട് ഏജും അതേപോലെ തന്നെ ആദ്യം അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലിക്കേഷൻ്റെ പ്രയോറിറ്റി അതൊക്കെ എടുത്തു കളഞ്ഞു. അങ്ങനെ ഇപ്പോൾ 2024 ഇപ്പോൾ കമ്പ്യൂട്ടർ ലോട്ടാണ്. അപ്പം ഈ പ്രാവശ്യം മികച്ച മാർക്കിന് ഏറ്റവും മികച്ച റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭാഗ്യദേവത കടാക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് കോളേജ് ഗുരു നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ബെസ്റ്റ് വിഷസ്.